ഈ ഒരു ടോപ്പ് എങ്ങനെയാണ് തുന്നിയെടുക്കുന്നതെന്നുള്ളതാണ് കാണിക്കുന്നത്. ഇത് ഫ്രണ്ട് ഓപ്പൺ ആയിട്ടൊരു ടോപ്പല്ല, പക്ഷെ നമുക്ക് കാണുമ്പോൾ ഫ്രണ്ട് ഓപ്പൺ പോലെയാണ് തോന്നുക. ഇതേ രീതിയിൽ നമുക്ക് ഇങ്ങനെ തുന്നിയെടുക്കാമെന്നുള്ളതാണ് കാണിക്കുന്നത്. ഇതൊരു 1 മീറ്റർ ക്ലോത്ത് കൊണ്ടാണ് ഞാനൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. 1 മീറ്റർ ക്ലോത്ത് പ്ലസ് 1 മീറ്ററിൻ്റെ ലൈനിങ്ങും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യണമെന്നുള്ളത് നോക്കാം. ആദ്യം നമ്മൾ തുണി എടുക്കുകയാണ് ചെയ്യേണ്ടത്. തുണി എടുത്തതിന് ശേഷം 4 മടക്കണം. ഇതാ ഇങ്ങനെ നമ്മൾ 2 മടക്കിയിരിക്കുന്നത്. നമ്മൾ ഒരു മടക്കും കൂടി ഇതുപോലെ ഇങ്ങനെ മടക്കിയിടുക. ഞാനിവിടെ ഓൾറെഡി അളവ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്കിത് കാണിച്ചത് എങ്ങനെയാണ് മാർക്ക് ചെയ്തെന്നുള്ളത്. നമ്മൾ മെഷർ ചെയ്യുന്ന ടേപ്പ് എടുക്കാം. ടേപ്പ് എടുത്തതിന് ശേഷം 6 പോയിൻ്റാണ് നമ്മൾ എടുക്കേണ്ടത്. 6 പോയിൻ്റ് എടുത്തതിന് ശേഷം നമ്മൾ ഒരു അര പോയിൻ്റ് നമ്മൾ തയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ എത്രയാണ് അളവ് എടുക്കുന്നത് അതിനെക്കാട്ടും ഒരു അര പോയിൻ്റ് നമ്മൾ എപ്പോഴും കൂട്ടിയെടുക്കണം. ഇവിടെ അതിനുശേഷം നമ്മുടെ ആം ഹോൾ അളന്നെടുക്കുക. ആം ഹോൾ എത്രയാണോ കിട്ടുന്നത് അതിൻ്റെ പകുതിയാണ് നമ്മളിവിടെ കറക്റ്റ് വരച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ നോർമലി ഒരു 7.5 ഒരു 8 ആയിരിക്കും. നമ്മൾ അത് വെച്ച് വരയ്ക്കുക. അതിനുശേഷം ഇത് കൂട്ടി വരച്ചതിന് ശേഷം ഇങ്ങനെ ഒരു പോയിൻ്റ് ഇട്ടിട്ട് ഇവിടെ നമ്മൾ ഈ ഒരു കർവ് ഷേപ്പിൽ ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മുടെ ഷോൾഡറും കൈൻ്റെ ഒരു സൈഡൊക്കെ അളന്ന് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ബോഡി പാർട്ടാണ് നമുക്കിനി നോക്കേണ്ടത്. അപ്പോൾ ബോഡി ഷേപ്പ് നമ്മൾ എടുക്കുന്ന സമയത്ത് എനിക്കത് കറക്റ്റായിട്ട് അളവെടുക്കാനായിട്ട് അറിയില്ല. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു പരിപാടി എന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു പഴയ ടോപ്പ് വെച്ചതിന് ശേഷം ഞാൻ ഇത് വെച്ചിങ്ങനെ തയ്ച്ച് കൊടുക്കുകയാണ്. ഈ ഒരു ടോപ്പിൻ്റെ പ്രത്യേകത എന്നുണ്ടെങ്കിൽ ഞാനത് ഇങ്ങനെ കൈ വെക്കാണ്ട് വെറുതെ നമ്മൾ വെട്ടിയിട്ട് ഇങ്ങനെ തുന്നുള്ളൂ, അങ്ങനെ തുന്നിയിട്ടുള്ളതാണ്. സ്ലീവ് ഇല്ലാണ്ട് നമ്മൾ വെട്ടിയിട്ട് കുറച്ച് സ്ലീവിനുള്ള പോർഷൻ നമുക്ക് തയ്ക്കാൻ പറ്റും. അങ്ങനെ ചെയ്തിട്ടതാണ് ഞാൻ അത് അളവെടുത്ത് ചെയ്യാനായിട്ട് നോക്കി. അപ്പോൾ ഇനി ഫ്ലോപ്പ് ഉണ്ടാകുന്ന കരുതിയിട്ട് ഞാൻ മുന്നേ ചെയ്യുന്ന പോലെ ഞാൻ അവിടെ ചെയ്തിരിക്കുന്നത്. അതായത് നമ്മൾ ആ ടോപ്പ് ഇതിൻ്റെ മുകളിൽ കൂടെ ഇട്ടതിന് ശേഷം നമുക്കപ്പോൾ കറക്റ്റ് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് വെക്കുക. നമ്മളിതുപോലെ വരച്ച് കൊടുക്കാം. ഇതുപോലെ വരച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും കുറച്ച് പോയിൻ്റ് കൂടുതൽ ഇട്ട് വേണം വരയ്ക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റ് അളവാകുമ്പോൾ നമുക്കത് ഭയങ്കരമായിട്ട് ടൈറ്റ് ആവും. അപ്പോൾ നമ്മൾ എപ്പോഴും ഇതിൻ്റെ പൊട്ടപ്പുറം എടുത്തിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. നമ്മൾ തയ്ക്കുമ്പോൾ ഇടുന്ന ഒരു സൈഡ് ഉണ്ടല്ലോ, ആ ഒരു സൈഡ് വേണം നമ്മൾ എടുക്കാനായിട്ട്. നല്ല പുറം ഇടാണെങ്കിൽ ഇത്തിരി അധികം നല്ല പുറം ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ കുറച്ചധികം സ്പേസ് തയ്ക്കാൻ വീട്ടിലുള്ള ഒരു സ്പേസ് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഇടാന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു കുറച്ച് വേരിയേഷൻ, അതായത് കുറച്ചും കൂടി കൂട്ടിയിട്ട് നമ്മൾ വരച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്യുക. ഞാൻ അടിഭാഗം അത് ലെങ്ത്ത് നമ്മൾ എത്രയാണ് നമുക്ക് ലെങ്ത്ത് വേണ്ടതെന്നുണ്ടെങ്കിൽ എത്രയാണ് നമുക്ക് വേണ്ട ഇറക്കം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഈ ഒരു ടോപ്പിൻ്റെ ഇറക്കല്ല, ഇത്രയും കൂടിയും കൂടുതൽ ഇറക്കാൻ വേണമെന്ന് വെച്ചിട്ടാണ് ഞാൻ വെട്ടുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് അധികം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അളവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അളവ് വെക്കുന്നതിനെക്കാട്ടും ഒരു 2 പോയിൻ്റ് കൂട്ടിയിട്ട് നമ്മളെപ്പോഴും വെട്ടിയെടുക്കാനായിട്ട് നോക്കുക. എന്നാൽ മാത്രം നമുക്ക് മടക്കി അടിക്കുമ്പോൾ അതിൻ്റെ കറക്റ്റ് അളവായിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇനി നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 പീസ് നമ്മൾ കറക്റ്റായിട്ട് നമ്മളിതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ബാക്കി വന്നിട്ടുള്ള തുണിയാണ്. ഈ ബാക്കി വന്നിട്ടുള്ള 2 പീസാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ 2 പീസ് എടുത്തിട്ടുണ്ട്. ഈ പീസ് നമ്മളിനി ഇതുപോലെ ഇങ്ങനെ മടക്കുക, 2ആയിട്ട് മടക്കുക. ഇത് നമുക്കിനി സ്ലീവ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് സ്ലീവിന് എത്രയാണോ ഇറക്കാൻ വേണ്ടത്. ഇപ്പോൾ നമുക്ക് 3/4 വേണമെങ്കിൽ 3/4 വയ്ക്കാം. ഇത് അതിനുള്ള ഒരു ക്ലോത്ത് ഇല്ല, കുറച്ചുള്ളൂ. അപ്പോൾ നമുക്ക് എത്രയാണ് ഇറക്കാൻ വേണമെന്നുണ്ടെങ്കിൽ ഇറക്കം മാർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്രയാണ് ഇറക്കാൻ വേണ്ടത് അതിനെക്കാട്ടും ഒരു 2 പോയിൻ്റ് അല്ലെങ്കിൽ 1.5 പോയിൻ്റ് കൂടുതൽ ഇടുക. പക്ഷേ നമ്മൾ അടിയിൽ മടക്കി അടിക്കുമല്ലോ, അപ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു മെഷർമെൻറ്റ് കിട്ടുള്ളൂ. അതിനുശേഷം നമ്മൾ ഈ ഒരു എനിക്ക് കറക്റ്റായിട്ട് കൈ എങ്ങനെ വിട്ട മെഷർമെൻറ്റ് എടുത്ത് വെട്ടാനായിട്ടൊന്നും എനിക്ക് അറിയില്ല. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഇത് മടക്കി വെച്ചതിന് ശേഷം നമ്മൾ ഈ നമ്മുടെ ബോഡി പാർട്ടിൽ നമ്മൾ കൈ വെട്ടിയെടുത്തിട്ടുള്ള ഒരു പീസ് ഉണ്ടല്ലോ, ആ പീസ് കറക്റ്റ് ഇതിലോട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഞാനത് വരച്ചെടുക്കുകയാണ് ചെയ്യുക. എന്നിട്ട് അതിൽ നിന്ന് വെട്ടിയെടുക്കും. അപ്പോൾ നമുക്ക് കറക്റ്റ് അതിൽ തന്നെ ജോയിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് നല്ല ഭംഗിയായിട്ട് തന്നെ സ്ലീവ് എനിക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ വെച്ചതിന് ശേഷം ഞാനൊരു പോയിൻ്റ് ഒരു പഫ് സ്ലീവ് വെക്കാമെന്ന് വെച്ചിട്ടാണ് ചെയ്യണേ. പക്ഷേ പഫ് വെക്കാനായിട്ടുള്ള ക്ലോത്ത് ഉണ്ടാവില്ല ഇതിൽ, അപ്പോൾ അത് ചെയ്യണില്ല. കൈ ഇതുപോലെ കൈ കെട്ടുന്ന ഒരു സമയത്ത് ഞാൻ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് കൈൻ്റെ അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് വെട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ തയ്ക്കുന്ന സമയപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു കൈ വെച്ചത് മറന്നുപോയി. പകുതി തയ്ച്ചു വന്നപ്പോഴാണ് ഓർമ്മ വന്നത്. പിന്നെ സാധാ കൈ പോലെ അവിടെ വെച്ച് പോയി. പക്ഷേ ഞാൻ വെട്ടുന്ന സമയത്ത് അങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ചിട്ട് രീതിയിലാണ് വെട്ടിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതങ്ങനെ മാർക്ക് ചെയ്തു. മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കിനതിന് കട്ട് ചെയ്തെടുക്കാം. സ്ലീവ് വെട്ടുന്നതിന് മുന്നേ നമ്മൾ കറക്റ്റ് ഇറക്കം മാർക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് നമ്മൾ ഇതുപോലെ എത്രയാണ് മാർക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള പോർഷൻ ഇതുപോലെ കട്ട് ചെയ്യാം. ഇനി സ്ലീവിൻ്റെ ഒരു പോർഷൻ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ സ്ലീവ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ലൈനിങ് കട്ട് ചെയ്തെടുക്കണം. ലൈനിങ് കട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു കാര്യം, നമ്മൾ മുന്നേ കട്ട് ചെയ്തെടുത്ത പീസ് ഉണ്ടല്ലോ, ആ ഒരു പീസ് കറക്റ്റ് ലൈനിങ്ങും 4 മടക്കിയിട്ട് അതിൻ്റെ മുകളിലിട്ടിട്ട് അതുമ്പോൾ കൂടെ തന്നെ ഇതുപോലെ ഇങ്ങനെ വെച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ മാറിപ്പോകുന്നുണ്ട്. ഇപ്പോൾ തുണി നീങ്ങി പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് വെച്ചിട്ട് നമ്മൾ കറക്റ്റ് മാർക്ക് ചെയ്തിട്ട് ആ മാർക്ക് ചെയ്തതിലൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക.
നമ്മൾ ലൈനിങ് ഒക്കെ കട്ട് ചെയ്ത് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ നല്ല പുറം മറുപുറം ഏതെന്നുള്ളത് നോക്കുക. എന്നിട്ട് വേണം നമുക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ മറുപുറം എടുത്തതിന് ശേഷം മറുപുറത്താണ് ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മൾ ഇങ്ങനെ യോജിപ്പിച്ച് വെച്ചതിന് ശേഷം ഇതിൻ്റെ അരികുവശത്തുകൂടെ നമ്മളിനി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അതുപോലെ അരിവശത്ത് കൂടി നമ്മൾ തയ്ച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. രണ്ട് സൈഡിലും നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിലും അതുപോലെ ഫ്രണ്ട് സൈഡിലും ലൈനിങ് വെച്ച് കൊടുത്തു. ഇനി നമ്മളിതുപോലെ ഇതിൽ ഇങ്ങനെ കൂടുതലായിട്ട് വരുന്ന തുണികളുണ്ടെങ്കിൽ അത് നമ്മളിതുപോലെ കട്ട് ചെയ്ത് കളയാം. അത് രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും അതുപോലെ എവിടെയൊക്കെ കൂടുതലായിട്ട് വരുന്നുണ്ടോ അത് നമ്മൾ കട്ട് ചെയ്ത് കളയാം. നമ്മൾ ലൈനിങ് കട്ട് ചെയ്യുമ്പോൾ വരുന്ന മിസ്റ്റേക്ക് ഉണ്ടാകുന്നതാണ്. കറക്റ്റായിട്ടാണ് നമ്മൾ വെട്ടുന്നുണ്ടെങ്കിൽ ഇതുപോലെ എക്സസ് വരില്ല. അപ്പോൾ ഞാൻ വെട്ടിൻ്റെ മിസ്റ്റേക്കിലാണ് അതിങ്ങനെ എക്സസ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കണം. ഞാനൊരു ചെറിയൊരു നെക്കാണ് എടുക്കുന്നത്. ബോട്ട് നെക്കാണെന്ന് വെച്ചാൽ ബോട്ട് നെക്കാന്ന് പറയാനായിട്ട് പറ്റില്ല. ചെറിയ റൗണ്ട് നെക്ക്. ഞാൻ ബോട്ട് നെക്ക് കട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് നെക്കാണോ ഇഷ്ടം അതിനനുസരിച്ച് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് ഞാൻ എനിക്കറിയുന്ന അല്ലെങ്കിൽ എനിക്കറിയുന്ന ഒരു രീതി വെച്ചാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ വരച്ച് കൊടുക്കാണ് ചെയ്തിരിക്കുന്നത്. അതായത് ജസ്റ്റ് ഒരു 3 ഇഞ്ച് ഇവിടെ ഞാൻ മാർക്ക് ചെയ്തു. അതിന് ശേഷം ജസ്റ്റ് വെറുതെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുള്ളൂ. അവിടെ ഞാൻ അളവെടുത്തിട്ടൊന്നുമില്ല, വെറുതെ അങ്ങനെ മാർക്ക് ചെയ്തു. അതായത് എനിക്ക് വേണ്ടത്രയും ഇറക്കം വെച്ചിട്ടാണ് ഞാൻ ആ ഒരു കഴുത്തെടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ഇറക്കം വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള ഇറക്കം നമ്മളവിടെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി നമ്മൾ നെക്ക് അടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഞാനത് ആ വെട്ടി നെക്ക് വെച്ചിട്ട് തന്നെയാണ് വെട്ടിയത്. പക്ഷേ ആ ഒരു വീഡിയോ മിസ്സായി പോയി. നമ്മൾ സാധാ ക്രോസ് പീസ് കട്ട് ചെയ്ത് തയ്ക്കുന്ന പോലെ തയ്ച്ചാലും മതി. നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മൾക്ക് ആദ്യം കഴുത്താണ് അടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ട ക്രോസ് പീസ് ഉണ്ടല്ലോ അത് തയ്ക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അറ്റം അരികുവശം നമ്മൾ ആദ്യം ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മളിതിനെ മറച്ച് കൊടുക്കുക. മറച്ച് കൊടുക്കുന്നത് എന്തിനാണെന്നുണ്ടെങ്കിൽ അതൊരു ഉറപ്പായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ അടിച്ചു കൊടുത്തില്ലാന്നുണ്ടെങ്കിൽ ആ ഒരു അടിവശം എന്താ പറയുക പിന്നി പൊന്തെന്ന് കാണാൻ പറ്റും. പിന്നെ ഈ ഒരു ഭാഗമാണ് നമ്മളിനി നെക്കിൽ അറ്റാച്ച് ചെയ്യുന്നത്. നമുക്കത് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമുക്കിനി ഇത് നെക്കിൽ വെച്ച് കൊടുക്കാം. കറക്റ്റായിട്ട് നെക്കിൽ വെച്ച് കൊടുക്കാം. ഇത് നമുക്കിതിൽ അറ്റാച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ നമ്മൾ നോക്കിയിട്ട് കറക്റ്റ് അതിൻ്റെ അടിയിൽ ലൈനിങ് പീസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതൊന്നും വിട്ടു പോകാണ്ട് കറക്റ്റ് എല്ലാം സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ വരുന്ന രീതിയിൽ വേണം നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ അതിങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ നമ്മൾ കമഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ ഈ അരികുവശത്തിലൂടെ നമ്മൾ നന്നായിട്ട് ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ നല്ല ഡ്രസ്സിൻ്റെ ഭാഗത്ത് ആവാത്ത രീതിയിൽ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. എന്നാലേ നമുക്ക് മറച്ചടിക്കുമ്പോൾ നല്ലൊരു പെർഫെക്ഷനോട് കൂടിയിട്ട് തയ്ക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മളിതൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഉള്ളിലോട്ടാക്കിയിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് അയൺ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. നമുക്ക് നന്നായിട്ടൊന്ന് അതിനെ പ്രസ്സായിട്ട് ഇരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അത് അയൺ ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാനിത് അയൺ ചെയ്തിട്ടുണ്ട്. അയൺ ചെയ്തിട്ട് ഈ ഒരു ഭാഗത്തിൻ്റെ ഉള്ളിലോട്ടാക്കി വയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അയൺ ചെയ്യുമ്പോൾ കുറച്ചധികം ചൂടിട്ട് നമ്മളൊന്ന് അയൺ ചെയ്യുക. ഉരുകാതെ സൂക്ഷിക്കണം. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് നല്ല പ്രസ്സായിട്ട് കിട്ടും. നമുക്കിതിങ്ങനെ ഇതിൻ്റെ നല്ല അരികുവശം ചേർത്ത് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കണം. ആ ഒരു ഭാഗം നമ്മൾ വളരെ അരിയത്തൂടെ ഉണ്ടോ അടിച്ചു കൊടുത്തത്. ഡ്രസ്സ് ഇടുന്ന സമയത്ത് ആ ഒരു പോർഷൻ ഫ്രണ്ടിലോട്ടൊക്കെ വരാനുള്ള ചാൻസ് കിട്ടില്ല. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചും കൂടി കയറ്റിയിട്ട് ഒരു സ്റ്റിച്ചും കൂടി ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫ്രണ്ട് പീസ് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ട് ഇതേ രീതിയിലാണ് നമ്മൾ ബാക്ക് പീസും ചെയ്തെടുക്കാം. നമ്മൾ കട്ട് ചെയ്തിട്ട് ആദ്യം ബാക്കി വന്നിട്ട് ഒരു പീസാണിത്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചുകൂടി ക്രിയേറ്റീവായിട്ട് നമുക്ക് വെറുതെ ഒരു പ്ലെയിൻ ടോപ്പ് എന്നിട്ട് നല്ലത് നമുക്ക് ഒത്തിരി കൂടി ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ക്ലോത്ത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇതുപോലെ ഒരു പീസ് എടുത്തു. ആ പീസ് എടുത്ത് മടക്കിയിട്ട് ഇതുപോലെ ഒന്നും കൂടി മടക്കാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നീളത്തിലൊരു റിബൺ പോലെയാണ് കിട്ടേണ്ടത്. അപ്പോൾ ഇത് കറക്റ്റ് നീളമില്ല. അപ്പോൾ കൂട്ടിയിട്ട് നമുക്ക് നീളം വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ മടക്കിയിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കിട്ടുന്ന രണ്ട് റിബണും സെയിം രീതിയിൽ നിന്ന് വേണം കിട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ്. വരച്ചാൽ മാത്രമേ എനിക്കിങ്ങനെ കറക്റ്റ് കിട്ടാറുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ മാർക്ക് ചെയ്ത് വരയ്ക്കുന്നത്. നമുക്കിതിങ്ങനെ കട്ട് ചെയ്ത് എടുക്കണം. ഇപ്പോൾ ഈക്വൽ ലെങ്ത്തിലുള്ള രണ്ട് റിബൺ കിട്ടിയിട്ടുണ്ട്. നമുക്കിത് രണ്ടും ഒരുമിച്ച് യോജിപ്പിച്ച്
കൊടുക്കണം. യോജിപ്പിക്കാൻ വേണ്ടി നമ്മൾ മറുപുറം നല്ലവണ്ണം നോക്കിയിട്ട് വേണം യോജിപ്പിക്കാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുക. ഈ ഹക്കോബയുടെ ക്ലോത്താണ് നമുക്ക് മറുപുറം കണ്ടുപിടിക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാനിതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു. നമ്മൾ നീളം കൂട്ടാൻ വേണ്ടിയിട്ട് കൂട്ടിയിടിച്ച ഭാഗം ഉണ്ടല്ലോ, അത് പുറത്ത് വരുന്ന രീതിയിലാക്കിയിട്ട് മടക്കിയിട്ട് ഇതുപോലെ നമ്മൾ രണ്ടായിട്ട് ഇങ്ങനെ, കറക്റ്റ് കാണുന്നില്ല, ക്യാമറ നീങ്ങിപ്പോയതാണ്, അതുകൊണ്ട് ചെയ്ത് കാണാത്തത്. നമ്മളിതിങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. മനസ്സിലായെന്ന് വിചാരിക്കണം. ഒന്നുമില്ല, നമ്മളത് മടക്കിയിട്ട് ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫുൾ ലെങ്ത്തിൽ അടിച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ നല്ല വശം മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ സൂചിയിട്ട് നമ്മൾ ഇതുപോലെ മറച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ മറച്ചെടുത്തതിന് ശേഷം നമ്മൾ ആ സ്റ്റിച്ച് വരുന്ന ഭാഗം ഉണ്ടല്ലോ, ആ സ്റ്റിച്ച് വരുന്ന ഭാഗം അടിയിലേക്ക് വരുന്ന രീതിയിൽ, ഇങ്ങനെ അടിയിലേക്ക് വരുന്ന രീതിയിലാക്കിയിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്ത് നമ്മൾ നല്ല രീതിക്ക് അയൺ ചെയ്ത് എടുക്കുക. നമ്മൾ ഇതുപോലെ ഒരു സൂചിയോ എന്തെങ്കിലും എടുത്തിട്ട് ഇതുപോലെ ആ ഒരു തയ്ച്ച ആ ഒരു തുമ്പ് ഭാഗം നമ്മൾ ഉള്ളിലോട്ട് മടക്കി കൊടുക്കുക. ഉള്ളിലോട്ട് മടക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഡ്രസ്സിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ഫ്രണ്ട് പീസ് എടുക്കുക. ഫ്രണ്ട് പീസ് എടുത്തിട്ട് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് അയൺ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ഞാൻ നന്നായിട്ട് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ അങ്ങനെ ഒരു മാർക്ക് ഇവിടെ വീഴുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അങ്ങനെ മാർക്ക് ഇതുപോലെ വീണിട്ടുണ്ടല്ലോ. പിന്നെ മാർക്കിലാണ് നമ്മൾ ഈ ഒരു പീസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പീസ് അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്റ്റിച്ച് വന്നിട്ടുള്ളൊരു ഭാഗം അടിയിലോട്ട് വെക്കുക, എന്നിട്ട് വേണം അത് അറ്റാച്ച് ചെയ്യാൻ. ഇങ്ങനെ വെക്കുക, സ്റ്റിച്ച് വന്ന ഭാഗം അടിയിലോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിതിന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചുളിവൊന്നും വരാതെ തുണിയൊക്കെ നേരിട്ടിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അങ്ങനെ ചുളി വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ അതുപോലെ നല്ല വൃത്തിക്ക് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇതിൽ നമുക്ക് സ്ലീവിൻ്റെ അടിവശം അടിച്ചെടുക്കാം. അതുപോലെ നമ്മൾ മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. രണ്ട് സ്ലീവും അതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ ഷോൾഡറൊക്കെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞ് ബോഡി ഷേപ്പ് അടിച്ചതിന് ശേഷമാണ് ഞാൻ സ്ലീവ് അറ്റാച്ച് ചെയ്യാറ്. എന്താണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാവുകയാണെങ്കിൽ അഴിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമുക്ക് ഏതാണ് കംഫർട്ടബിൾ എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും നേരെയല്ല അടിക്കേണ്ടത്. നമ്മൾ കുറച്ച് ചെരിച്ചിട്ട് വേണം അടിക്കാനായിട്ട്. ഇതുപോലെ ഒന്ന് ചെരിച്ച് മാർക്ക് ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്താണെന്നുണ്ടെങ്കിൽ നേരെ വരുമ്പോൾ ഒരു പെർഫെക്ഷൻ ഉണ്ടാവില്ല. അതുപോലെ ചെരിച്ചടിക്കുമ്പോൾ ഇത്തിരി കൂടി പെർഫെക്ഷനും കിട്ടും. അതുപോലെ ഇത്തിരി നല്ല ഭംഗിയിൽ നിൽക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഷോൾഡർ അറ്റാച്ച് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഒരു സ്റ്റിച്ച് ഇട്ടിട്ട് അറ്റാച്ച് ചെയ്യാം. എന്നിട്ട് നമ്മൾ കഴുത്തൊക്കെ ഇട്ട് നോക്കിയിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ സ്റ്റിച്ച് കൊടുക്കായിരിക്കും നല്ലത്. അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചാൽ നമുക്കത് അഴിച്ചു മാറ്റാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് രണ്ടാമത്തെ ഷോൾഡറും ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ രണ്ട് ഷോൾഡറും അറ്റാച്ച് ചെയ്ത് കൊടുത്ത് ഞാനൊന്ന് കഴുത്തി കൂടി ഇട്ട് നോക്കിയപ്പോൾ ഓക്കെ ആണെന്ന് കണ്ടപ്പോഴാണെങ്കിൽ സൈഡ് അടിച്ച് കൊടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ സൈഡ് അടിക്കുമ്പോൾ നമ്മൾ തുണി രണ്ട്, അതായത് ബാക്കും ഫ്രണ്ടും വെച്ച് ഒപ്പമാണെന്നുള്ളത് ലെവലാക്കിയിട്ടൊക്കെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ ചുളിവുകളൊക്കെ വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യാം. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ സൈഡ് അടിച്ചല്ലോ, ഈ സൈഡ് അടിച്ചതിൻ്റെ നമ്മുടെ ആ ഹാം ഹോളിൻ്റെ അവിടെയുള്ള കുറച്ച് പോർഷൻ നമ്മളൊന്ന് സ്റ്റിച്ച് വിരിക്കണം. നമുക്കതൊന്ന് സ്റ്റിച്ച് പിടിച്ചെടുക്കാം. വേണമെങ്കിൽ നമുക്ക് സൈഡ് അടിക്കാനായിട്ട് മുന്നേ സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ട് എല്ലാം കൂടി ലാസ്റ്റ് അതായത് നമ്മുടെ സ്ലീവും സൈഡും കൂടി ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്താലും മതി. പക്ഷേ എനിക്കൊരു കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതാണ് എളുപ്പമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ നമ്മൾ കുറച്ച് സമയം ഇങ്ങനെ തന്നെ അങ്ങനെ അടിക്കാനായിട്ട് എടുക്കുന്നു മാത്രം. പക്ഷേ എനിക്കിതാണ് കേട്ടോ കൂടുതലും എളുപ്പം, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് ഈ ഒരു മെത്തേഡാണ്. നിങ്ങൾക്ക് ഏതാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ചെയ്യാം. സ്ലീവ് അറ്റാച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നേരത്തെ നമ്മൾ അടിവശം മടക്കി അടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അത് നമ്മൾ ഉള്ളിലോട്ട് വരുന്ന രീതിയിൽ വേണം സ്ലീവ് ഇങ്ങനെ മടക്കിയെടുക്കാനായിട്ട്. മറുപുറം എപ്പോഴും പുറത്തേക്ക് വരുന്ന രീതിയിൽ വേണം മടക്കിയെടുക്കാൻ. അതിനുശേഷം കറക്റ്റ് സെൻട്രൽ പോർഷൻ നോക്കി എടുത്തിട്ട് നമ്മുടെ ഷോൾഡർ വെച്ച് നമ്മൾ തയ്ച്ച് കൊടുത്തില്ലേ, ഷോൾഡർ തയ്ച്ച് കൊടുത്ത സൈഡിൽ വേണം അതുപോലെ വെച്ച് കൊടുക്കാനായിട്ട്. സ്ലീവിൻ്റെ ആ ഒരു സെൻട്രൽ പോർഷൻ കറക്റ്റ് നമ്മളുടെ ഷോൾഡറിൻ്റെ ആ സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് വരുന്ന രീതിയിൽ വേണം നമ്മൾ ഇത് വെക്കാനായിട്ട്. നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക.
നമ്മൾ 2 സ്ലീവും അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മൾ സൈഡ് ഷേപ്പ് ചെയ്ത് അടിക്കാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മളിതുപോലെ കൈയുടെ ഒരു പോർഷൻ വരുന്ന രീതിയിൽ ആദ്യം അടിച്ചെടുക്കുക. അതിന് ശേഷം നമ്മൾ സൈഡ് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. സൈഡ് അടിച്ചതിന് ശേഷം നമുക്ക് ലാസ്റ്റ് അടിവശം മടക്കിയടിക്കാം. അടിവശം മടക്കി അടിക്കുമ്പോൾ ചുളിവുകളൊന്നും വരാണ്ട് നല്ല വൃത്തിയായിട്ട് അടിക്കാനായിട്ട് ശ്രമിക്കുക. എന്നാൽ മാത്രമേ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ചുളിവുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ചുളിവുകളൊന്നും വരാത്ത രീതിയിൽ നല്ല ഭംഗിയിൽ വൃത്തിയായിട്ട് മടക്കി അടിക്കാം. ഫൈനലി നമ്മൾ ഡ്രസ്സ് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അയൺ ചെയ്യണം. ഏത് ഡ്രസ്സ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിലും ഫസ്റ്റ് ഞാൻ നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് എടുക്കാനുള്ളതാണ്. അയൺ ചെയ്യുമ്പോൾ സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് വേണം നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ ഏത് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത ഫസ്റ്റ് ടൈം ഒന്ന് അയൺ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു പെർഫെക്ഷനും നല്ലൊരു ഭംഗി അതിന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നല്ല രീതിക്ക് ഒന്ന് അയൺ ചെയ്തെടുക്കുക. അപ്പോൾ സ്ലീവിൻ്റെ ഭാഗത്ത് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം. മുൻപ് നമ്മൾ റിബൺ പോലത്തെ ഒരു പീസ് കട്ട് ചെയ്തിട്ട് ഫ്രണ്ട് പാർട്ടിൻ്റെ സെൻറ്ററിൽ കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അവിടെ നമുക്ക് ഇതുപോലെ കുറച്ച് ബട്ടൺസ് തുന്നി കൊടുക്കണം. അപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു ഫ്രണ്ട് ഓപ്പൺ ബ്ലൗസ് അല്ലെങ്കിൽ ഫ്രണ്ട് ഓപ്പൺ ടോപ്പിൻ്റെ ഒരു ലുക്ക് കിട്ടും. ബട്ടൺസ് എല്ലാം തുന്നുന്നത് ഞാൻ കാണിച്ചിട്ടില്ല. 5 ബട്ടൺസാണ് മൊത്തം നമ്മൾ തുന്നി കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ടോപ്പ് കാണുന്ന സമയത്ത് നമുക്കൊരു ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ളൊരു ടോപ്പായിട്ടാണ് തോന്നുന്നത്. പിന്നെ നമ്മുടെ ഫൈനൽ ലുക്ക് എല്ലാ ബട്ടൺസൊക്കെ വെച്ചിട്ടുള്ളൊരു ഫൈനൽ ലുക്കാണിത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ അത്യാവശ്യം എനിക്കറിയുന്ന രീതിയിലൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഈ വീഡിയോ യൂസ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.